ഗൈസ് ഒരു കാര്യം പറയാനുണ്ട്. എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. അപ്പൊ എനിക്ക് നാണക്കേടായിട്ടുണ്ട്. എല്ലാരും എനിക്ക് അയച്ചിട്ട് എല്ലാവരും എങ്ങനെ വാങ്ങിച്ച് കൂട്ടാണല്ലേ എന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഷാനിക്ക് ഹരിച്ചേട്ടനും കൂടെ നൈസായിട്ട് എന്നെ സൈഡാക്കാനുള്ള പരിപാടിയാ. ഇനി അത് പറ്റില്ല. എന്നെ ഇവിടെ ആകെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സമരം നടത്താം. എങ്ങനെ ഉണ്ടാവും? സമരം നടത്താം. എന്നിട്ട് നിങ്ങൾ ചേച്ചിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ഷാനിക്ക നീതി പാലിക്കുക, ഹരിശങ്കർ അല്ല ഹരിച്ചേട്ടൻ നീതി പാലിക്കുക. നമ്മൾ ആ ഒരു മൂഡിൽ വേണം പോവാൻ. എന്താണ് ഷാനിക്ക സെറ്റ് അല്ലേ? അപ്പൊ എല്ലാം സെറ്റാണ്. ഡീലാണ്ട് ഞാൻ പോവാട്ടാ. മുടങ്ങിയാൽ ഇല്ല മക്കളെ, ചേച്ചിയുടെ കൂടെ നിക്കല്ലേ? കൂടെ ഉണ്ടാവും ചേച്ചി എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അവരെ വിളിക്കാൻ പോവാണ്. കേട്ടല്ലോ? നമ്മളെല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കണം. ഇന്നത്തോടെ ഇവിടെ എല്ലാം അവസാനിപ്പിക്കണം. നേരെ നിക്കാൻ പറ്റുന്നില്ല. കൂടെ നിക്കണം കേട്ടാ. ഞാൻ വിളിക്കാൻ പോവാ. ഓക്കെ. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മുടെ ജഡ്ജസ് വേണമല്ലോ. ഞാനും കുട്ടികളും നമ്മുടെ ഓർക്കസ്ട്ര ടീമൊക്കെ നമ്മളിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. സോ നമ്മൾ വളരെ സന്തോഷത്തോടെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം ഷാനിക്ക ആൻഡ് ഹരിച്ചേട്ടൻ. എന്താ ഒരു അനക്കം ഇല്ലാത്തൂടെ? ഷാനിക്ക, ഇവിടെ ഭയങ്കര സമരത്തിലാണ് പിള്ളേര്. പിള്ളേര് സമരത്തിലോ? തുടങ്ങിയിട്ട് ഇത്ര നാളാകുന്നതിന് മുന്നേ സമരം. മക്കളെ ഫ്രഷ് ആയിട്ട് വന്ന് കേറിയത് അപ്പോഴത്തേക്ക് ഇങ്ങനെ മ്ലാനത എല്ലാവർക്കും. എന്റെ മക്കൾക്കൊക്കെ നല്ല വിഷമമുണ്ട്. എന്താണ് മക്കളെ? നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്? നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതെ. നീതി പാലിക്കുക. എന്താ എഴുതിയിരിക്കുന്നത്? ഷാൻ റഹ്മാൻ നീതി പാലിക്കുക, ഹരിശങ്കർ നീതി പാലിക്കുക. എന്റെ ആണല്ലോ മൊത്തം പേര്. അല്ല, ഷാൻ റഹ്മാൻ, ഹരിശങ്കർ എല്ലാരും ഉണ്ട്. ഞങ്ങൾ എന്ത് നീതിയാണ് പാലിക്കായിരുന്നത്? അതെ, എന്താ കാര്യം പറ. ഒന്നോടെ വിളിച്ചു. പാർവതിയെ സംരക്ഷിക്കാനാണ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ അവളിൽ നിന്നാണ് സംരക്ഷിക്കേണ്ടത്. കേസുണ്ടോ? എടേ കാര്യം പറയടേ. ഹരിച്ചേട്ടൻ നീതി പാലിക്കുക. എന്ത് മാന്യമായിട്ട് ഒന്നും കൂടെ വിളിക്കടാ മുദ്രാവാക്യം. പാർവതി ചേച്ചിയോടുള്ള ട്രോളുകൾ കുറയ്ക്കുക. പാർവതി ചേച്ചിയോടുള്ള ട്രോളുകൾ കുറയ്ക്കുക. ഇതൊക്കെയാണ്. പക്ഷേ ഇപ്പൊ ഇവിടെ വെച്ച് എല്ലാരും മുമ്പേ വെച്ച് ഞാൻ പറയണേ, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. വന്നപ്പോ തൊട്ട് ഇവരിങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ചേച്ചി ഞങ്ങൾ സമരത്തിലാണ്, ഇത്രേ പറഞ്ഞോളൂ. ചിലപ്പോ അവർക്ക് വിഷമമുണ്ട്. എപ്പിസോഡൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ പിള്ളേർക്ക് നല്ല വിഷമമുണ്ട്. കാണുമല്ലോ. ഇതല്ലേ ഇതാണ് ഇവിടെ ഹിറ്റ്. അതെ, ഇൻട്രോ ഇങ്ങനെ വരാൻ. അതെ, ഞങ്ങൾ അങ്ങനെ വരണമെന്ന് ചോദിച്ചു. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. എന്റെ ഹെയർ സ്റ്റൈൽ കാണിച്ചു തന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റും. ശരി, അപ്പൊ നമ്മൾ നീതി പാലിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹരി, നമുക്ക് ആ ഇൻഫർമേഷൻ കൂടെ നമുക്ക് അവരോട് പറയാം. ഇത്രയും കാണിച്ചത് പറയണോ? എത്ര പറയാൻ? പിള്ളേര് പറഞ്ഞതിന് പരിഹാരം ഉണ്ടാക്കണം ഇവിടെ. ഈ ഒരു എപ്പിസോഡ് തൊട്ട് നിങ്ങൾക്ക് മാർക്സ് ഉണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കും ഇടുന്നത്. ആ മാർക്സിൽ നിന്റെ പാർവതി ചേച്ചിക്കൊന്നും ഒരു പങ്കുമില്ല. വന്നു മാർക്ക് പറഞ്ഞിട്ട് ചേച്ചി അങ്ങ് പോകും. ഹലോ, ഇത് ഇമോഷണൽ ഡാമേജ്, ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അങ്ങോട്ട് നോക്കി. ഇത് ഞാൻ കണ്ടില്ലല്ലോ. ഇത് കറക്റ്റ്. ഇപ്പൊ പാരവതിയോ? ഞങ്ങള് പേരിട്ടാണ്, ഞാൻ ചുമ്മാ പേരിട്ടാണ്. പാരവതി നീതി പാലി. എന്തിനാ മോളെ? ഞാൻ വന്നപ്പോ ഈ സൈഡ് കണ്ടില്ലായിരുന്നു, അപ്പുറത്തെ സൈഡ് മാത്രമേ കണ്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് അപ്പൊ ഇനി ഞങ്ങള് അല്ലല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ പാട്ടിന്റെ ബേസിസിലാണ് മാർക്ക് ഇടുന്നത്. ഷാനിക്ക തരാതിരുന്നാലോ? നീയൊന്നും ഇങ്ങനെയല്ലല്ലാണ് ആദ്യമേ പറഞ്ഞത്. അങ്ങനെ തന്നെ പിടിച്ചോണ്ടിരുന്നു. നീതി പാലിക്കുക, മറ്റേത് പറിച്ചത് ശരിയല്ലോ. അപ്പൊ ഇന്ന് തൊട്ട് മാർക്സ് ഉണ്ട്. ജഡ്ജ് ഇന്ന് തൊട്ട് യഥാർത്ഥ ജഡ്ജിങ്. അതെ, എന്തായാലും ഇവിടം വരെയൊക്കെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. പക്ഷെ ഈ കാണിച്ചത് വളരെ തെണ്ടിത്തരമായി പോയി. പറയണതുകൊണ്ട് ഒന്നും കുട്ടികളെ സൂപ്പർ സ്റ്റാർ തുടങ്ങാം.
വന്നപ്പോ എന്തേലും ഞാനൊക്കെ നീതി പാലിക്കുക, ഹരിച്ചേട്ടൻ നീതി പാലിക്കുക. ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു, ആര് നീതി പാലിക്കണം? പാർവതി ചേച്ചി നീതി പാലിക്കുക. ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് പറ. പാർവതി നീതി പാലിക്കുക. പാർവതി ചേച്ചി നീതി പാലിക്കുക. 10 അല്ല 10,000 അല്ല 5 എണ്ണം പിന്നാലെ. റേറ്റും ഇല്ല, ഒരു തേങ്ങ തരുന്നില്ല കേട്ടല്ലോ.